അപ്പോൾ ഞാൻ പൂനെയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു ഫാമിലി ഗെറ്റ് ടുഗദറിന്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ബുദ്ധാദ് ഷോപ്പിലാണ് കേട്ടോ. അപ്പം ഇത് എന്റെ ഓണർ എന്ന് പറയുന്നത് എന്റെ സ്വന്തം ചേച്ചിയാണ്. അപ്പം ഞാൻ ചേച്ചി ഒന്ന് കാണിച്ചു തരട്ടെ. അതാണ് ചേച്ചി, അവിടെ നിൽക്കുന്ന ആളാണ്. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ഹലോ. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ബുദ്ധാദ് ഷോപ്പിലാണെന്ന്. എന്റെ ചേച്ചിയുടെ സ്ഥലം ഉണ്ടല്ലോ കേട്ടോ. ഇത് ഭയങ്കര രസമാണ് ഈ സ്ഥലം കാണാനായിട്ട്. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് കണ്ടാലോ അതിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന്. അപ്പൊ കാണാൻ ഭംഗി മാത്രമല്ല കേട്ടോ, ഇവർ മെയിൻ ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത് നഴ്സറി, ഗാർഡൻ സെന്റർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗിലാണ്. അപ്പൊ ഞാൻ എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ അരി ആദ്യം നമുക്ക് കഴുകിയെടുക്കണം. അപ്പം നന്നായിട്ട് ഞാൻ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാട്ടോ ഇത്. ഈ വെള്ളത്തിൽ മസാലയൊക്കെ ഇട്ട് തിളപ്പിച്ചാലാണ്. നമ്മൾ റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഇട്ടു. ഇതിലെ മസാലയുടെ വെള്ളം കേട്ടോ ഇത് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ റൈസ് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാം അരിഞ്ഞു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് മിക്സിലൊക്കെ അടിച്ചു. ഇനി നമ്മൾ നേരെ ഉള്ളി വെച്ചു. പിന്നെ എണ്ണ ചൂടാക്കി എണ്ണയും ഗീയും ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ മസാലാസ് എല്ലാം ഇട്ടു. ഈ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അറേബ്യൻ ടൈപ്പ് ഓഫ് ഒരു ലെമണാണ് കേട്ടോ. അവിടെ ഉണക്കിയെടുക്കുന്ന ലെമൺ ഇല്ലേ, അതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടു. നമ്മൾ സാധാ പ്രൊസീജിയറില്ലേ എല്ലാം അത് തന്നെയാണ്. ചെറിയ ഉള്ളി, പിന്നെ സവാള ഇട്ടു. പിന്നെ അത് ടൊമാറ്റോ നന്നായിട്ട് വഴറ്റുക. പിന്നെ നമ്മുടെ യൂഷ്വൽ മസാലാസ് എല്ലാം ചേർക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇടുക. അതൊക്കെ തന്നെയാണ് കേട്ടോ. ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രൊസീജിയർ തന്നെയാണ്. സോ ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം. പിന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആദ്യം നന്നായിട്ട് വഴറ്റുക ചിക്കൻ ഇട്ടിട്ട്. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് റൈസും ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ദം ചെയ്യുന്ന പ്രോസസ്സാണ്. ചിക്കൻ ലെയർ ചെയ്യുക, റൈസ് ലെയർ ചെയ്യുക, അതിൻ്റെ മുകളിൽ വീണ്ടും അങ്ങനെ ലെയറിങ് ചെയ്യാം. ഇടയ്ക്ക് ഗീ ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില. അപ്പോൾ ഇതാണ് നമ്മുടെ ലെയറിങ്. നമ്മൾ ഏകദേശം കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ലെഗ് പീസൊക്കെ എടുത്തിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഗ്രില്ലറിൽ വെച്ചു. അപ്പം അതും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ദം ചെയ്തില്ലേ, അത് നമ്മൾ എടുത്തു. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഇതേപോലെ ലെയർ ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാട്ടോ എടുക്കുന്നത്. അപ്പോൾ നല്ല മണം. അപ്പോൾ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ റൈസിൽ പിടിച്ചിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്നുമില്ല, നമുക്കിനി വിളമ്പലാണ് ഈ ബാക്കിയുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിളമ്പുന്നു. അപ്പം പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടി ഇരുന്നിട്ടാട്ടോ കഴിക്കുന്നത്. പിന്നെ ആദ്യം നമ്മളെല്ലാ മുതിർന്നവരാട്ടോ ഇരുന്നത്. പിന്നെ ആദ്യം അവർക്ക് വിളമ്പി കൊടുത്തു. അപ്പം അങ്ങനെ ചൂട് പാറുന്ന ബിരിയാണി എല്ലാവർക്കും ഇങ്ങനെ കഴിച്ച് തുടങ്ങി.
പിന്നെ നമ്മുടെ ഇതാണ് ഗ്രിൽ ചിക്കൻ 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, വീണ്ടും ഒരു സ്റ്റെപ്പ് ഇരിപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബിരിയാണിയുടെ കൂടെ തന്നെ വേറൊരു ഐറ്റം എന്ന് പറയുന്നത് കപ്പ ആൻഡ് മീൻ കറി ഉണ്ടായിരുന്നു. നല്ല രസമുള്ള നല്ല മീൻ, അത് എന്ത് മീനായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല, അയിലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അയില മീനും കപ്പയും അത് നല്ലൊരു കോമ്പിനേഷനാണ്. ഓക്കെ, അതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പുട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പുട്ടും മീൻ കറിയും നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ കൂടെ പപ്പടം, പിന്നെ റൈത്ത, പിന്നെ അച്ചാർ, പിന്നെന്താ നമ്മുടെ ഫ്രൈഡല്ല മറ്റേ ഗ്രിൽഡ് ആ ചിക്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ബിരിയാണിയും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ബിരിയാണി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമായിരുന്നു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ കപ്പയും മീൻകറിയും അതും ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതും അടിപൊളി. പിന്നെ ചിക്കനും, നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ, അതും അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും ഒരു അടിപൊളി നൈറ്റായിരുന്നു, ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബായ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.